ഡാമുകൾക്ക് ചുറ്റുമുള്ള ബഫർ സോൺ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി ബിജു മാണി ഉദ്ഘാടനം ചെയ്തു. ബഫർ സോൺ ഉത്തരവിൽ വൈദ്യുതി ബോർഡിന്റെ ഡാമുകളും ഉൾപ്പെട്ടാൽ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും. വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ബഫർ സോൺ പ്രഖ്യാപിച്ച നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചത്. ഉത്തരവ് നടപ്പായാൽ ഇരട്ടിയാർ ടൗൺ പൂർണ്ണമായും ബഫർ സോണിന്റെ പരിധിയിലാകും. ഡാമിന്റെ പരമാവധി ജലനിരപ്പിനുള്ളിൽ പഞ്ചായത്തിലെ 7 വാർഡുകൾ ഉൾപ്പെടും. ഭാവിയിൽ ഇവിടെ നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകും. ഇരട്ടിയാറിൽ സംഘടിപ്പിച്ച പ്രതീക്ഷിത പരിപാടി DCC ജനറൽ സെക്രട്ടറി ബിജു മാണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ജനുവരി മാസം 20-ാം തീയതി ജലവകുപ്പിന്റെ ചെറിയ കുളങ്ങളും ചെക്ക് ഡാമുകളും ടാങ്കുകളും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 1 കിലോമീറ്റർ മുതൽ 30 മീറ്റർ വരെ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖനന പ്രവർത്തനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ കർഷകരെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഉത്തരവാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നമ്മുടെ ജില്ലയിലെ വ്യാപകമായി ഇറിഗേഷൻ വകുപ്പിൻ്റെ കുളങ്ങളും ചെറിയ ടാങ്കുകളും ചെക്ക് ഡാമുകളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം ചുറ്റും ബഫർ സോൺ വന്നു കഴിഞ്ഞാൽ നാളെ വീട് പണിയാൻ വേണ്ടി മണ്ണ് മാറ്റുന്നതിനോ കല്ല് പൊട്ടിക്കുന്നതിനോ മറ്റും കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം. അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകും. ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പന്തംകുളത്തി പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാജി മുടത്തുമുറി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ്, വിനോദ് നെല്ലിക്കൽ, അജയ് കളത്തുകുന്നേൽ, ജോയി ഒഴുകയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി.